500 രൂപ, 1000 രൂപ, 2000 രൂപ നിരക്കിൽ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ തയ്യാറാണോ? കുറെ വർഷങ്ങളായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. നല്ല ക്വാളിറ്റി സാധനമാണ്. ഗൾഫിൽ നിന്ന് വന്നവരായിക്കോട്ടെ, നാട്ടിൽ നിന്നവരായിക്കോട്ടെ, അഥവാ ഇനിയിപ്പോൾ പുതിയ പണി അന്വേഷിച്ച് പോകുന്നവരായിക്കോട്ടെ, നിലവിലുള്ള പണി ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ സെപ്പറേറ്റ് ഒരു അധിക വരുമാനം എന്നുള്ള രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഈ ഒരു സംഭവം ചെയ്യാവുന്നതാണ്. സത്യം മുതലാളിയും തൊഴിലാളിയും എല്ലാം നമ്മൾ തന്നെയാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. നിസ്സാരമായിട്ടുള്ള ഒരു 1000 2000 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇതുപോലത്തെ വൻകിട ടീം പോലും ഇവരെ ആശ്രയിക്കുന്നതിന് കാരണം അതാണ്. ഇതിനെല്ലാത്തിനും ഒരു പ്രൈവസി ഉണ്ട് ഇവർക്ക്. ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ആവശ്യമുള്ള സാധനമാണ്. സീസൺ ഇല്ല. വാഷിംഗ് കൂടെ ഇതുപോലുള്ള ക്യാനിൽ നമുക്ക് ചെയ്തു കൊടുക്കാം. രണ്ട് സൈഡിൽ ഇങ്ങനെ കിടക്കുവാണ് കേട്ടോ. ഇതിപ്പോ ഈ ഒരു ലോഡ് ഇങ്ങോട്ട് പോയാൽ അടുത്ത ലോഡ് സാധനം ഇവിടെ വരും. പിള്ളേരകത്ത് അടുത്ത പരിപാടി നടത്തിക്കൊണ്ടിരിക്കുക. സാര ചെലവിൽ ഒരു ബിസിനസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നവരാണോ നിങ്ങൾ? നിങ്ങളുടെ ബ്രാൻഡ് നെയിം ഉൾപ്പെടെ, അതായത് നിങ്ങളുടെ പേരിൽ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ടോ? ചുരുങ്ങിയ ചെലവിൽ 500 രൂപ, 1000 രൂപ, 2000 രൂപ നിരക്കിൽ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ തയ്യാറാണോ? അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് പറ്റിയൊരു സ്ഥലം ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് നിങ്ങളുടെ കൈപ്പിടിയിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാം. അപ്പോൾ അത് എന്താണെന്നല്ലേ? ബാ. അപ്പം ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അതായത് മലപ്പുറം ജില്ലയിൽ അരീക്കോട് മഞ്ചേരിക്കിടയ്ക്കുള്ള കാവനൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ എത്തിയിട്ടുള്ളത്. അപ്പം എനിക്ക് തോന്നുന്നത് കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം മാത്രമല്ല, കേരളത്തിന് വെളിയിലേക്ക് വന്നാൽ ഏകദേശം കർണാടക, തമിഴ്നാട് ഭാഗത്തേക്ക് വരും. അവിടുത്തെ ആളുകളെ എല്ലാം ബിസിനസ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ അടുത്തേക്കാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. നമുക്ക് അതിന്റെ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം. അപ്പൊ നമ്മുടെ മെഹബൂബിക്ക് ഇവിടെ ഉണ്ട് കേട്ടോ. നിലവിൽ നമ്മളിപ്പം ഉള്ളി ഓരോ തിരക്കിലാണ്. ഞാൻ പിടിച്ചിങ്ങനെ നിർത്തിയിരിക്കുകയാണ് നമ്മൾ ഓരോ കാര്യങ്ങളൊന്നും ചോദിച്ച് മനസ്സിലാക്കാനായിട്ട്. കാരണം നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന വീഡിയോ ആണിത്. തീർച്ചയായും സ്കിപ്പ് ചെയ്യാതെ കാണണം. നമ്മളെ ഇരിക്കല്ല അല്ലേ? ഇപ്പൊ ഞാനിവിടെ വന്നപ്പോൾ കുറെ സ്ത്രീകള് കുറെ സഞ്ചിയിലും അതുപോലെ തന്നെ ബിഷോപ്പറിലൊക്കെ ആയിട്ട് നിറച്ചുകൊണ്ട് പോകുന്നുണ്ട്. അവര് സപ്ലൈ ചെയ്യുന്നവരുണ്ട്. അതെ അല്ലേ? അവര് അത് എത്ര രൂപക്കുള്ളതായിരിക്കും? ചെറിയ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി വിൽക്കുന്നവരുണ്ട്. അതായത് രാവിലെ വന്ന് പോയിട്ട് വൈകിട്ട് അങ്ങനെ എനിക്ക് അന്നത്തെ ദിവസം കച്ചവടം ചെയ്യാനുള്ള സാധനങ്ങൾ എടുത്തിട്ട് പോകും. പിറ്റേന്ന് വീണ്ടും വന്ന് രാവിലെ എടുക്കും. അവര് പോകും. അങ്ങനെ പോകുന്നത് ആ രീതി. അതിപ്പം എനിക്ക് തോന്നുന്നു ഓട്ടോയിൽ കച്ചവടം ചെയ്യുന്നവരുണ്ട്. അതെ അല്ലേ? ഓട്ടോയിൽ ലിക്വിഡ്, വാഷ് ലിക്വിഡ്, ഹാൻഡ് വാഷ് ഒക്കെ എടുത്തിട്ട് ഹോട്ടലുകളിൽ കൊണ്ടുപോയി. എനിക്ക് തോന്നുന്നു അത് പുരുഷന്മാരായിരിക്കും കൂടുതൽ. പുരുഷന്മാർ വീടുകൾ സ്ത്രീകൾ കണ്ടത് അവർ വീടുകളിൽ കേന്ദ്രീകരിച്ച് ചെയ്യുന്നു. അതായത് ഒരാൾക്ക് എത്ര രൂപയുണ്ടെങ്കിൽ ചെറിയൊരു ബിസിനസ്, അതായത് സാമ്പത്തികം ഒരു 2000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് സാധനങ്ങൾ എടുത്തിട്ട് അത്യാവശ്യം സാധനമായിട്ട് പോയി അവർക്ക് കച്ചവടം ചെയ്യാം അല്ലേ? ഒരു ഓട്ടോയിലൊക്കെ ആണെങ്കിൽ ഒരു 2500-3000 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ ഓട്ടോയിലാണെങ്കിലും കൊണ്ടുപോയി കച്ചവടം ചെയ്യാം. അതായത് ഇപ്പം ഓരോരുത്തരൊക്കെ ഓരോ പണിക്കൊക്കെ രാവിലെ തൊട്ട് വൈകിട്ട് വരെയും വല്ലവരുടെയും കീഴിലൊക്കെ നിൽക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന തുച്ഛമായ പൈസയാണ് അല്ലേ? പക്ഷെ ഇത് ഇവിടുത്തെ മുതലാളിയും തൊഴിലാളിയും എല്ലാം നമ്മൾ തന്നെയാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. നിസ്സാരമായിട്ടുള്ള ഒരു 1000 2000 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. മാത്രമല്ല ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട സംഭവം ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ആവശ്യമുള്ള സാധനമാണ്. ഇതിന് പ്രത്യേക സീസൺ ഇല്ല. നമ്മൾ എല്ലാ കാലഘട്ടത്തിലും എല്ലാ സമയത്തും ആവശ്യമുള്ള സാധനങ്ങൾ. ഹാൻഡ് വാഷ് ആയാലും, വാഷിംഗ് ലിക്വിഡ് ആയാലും, ഡിഷ് വാഷ് ആയാലും, ടോയ്ലറ്റ് ക്ലീനർ ആയാലും എപ്പോഴും വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ്. നമ്മള് ചെറിയ മുതൽ മുടക്കില്ല. ഒരു 2000 രൂപയ്ക്കോ ഒരു 3000 രൂപയ്ക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ, സ്ത്രീകൾക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ഒരു ബിസിനസിന്റെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ പറയുന്നത്. പിന്നെ ചെറിയ ഷോപ്പായിട്ട് ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. ഇത് ക്ലീനിങ് പ്രൊഡക്റ്റ് മാത്രമായിട്ട് ക്ലീനിങ്ങിന്റെ ഷോപ്പ് മാത്രം 25,000 ഒരു 50,000 ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ഷോപ്പ് സെറ്റ് ചെയ്യാം. എല്ലാം കൊണ്ട് നമ്മൾ സെറ്റ് ചെയ്തു സ്പോട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും. റൂമും കാര്യങ്ങളും അവർ സെറ്റ് ചെയ്താൽ മതി. നോട്ട് ദി പോയിന്റ്. അതായത് നമുക്കൊരു റൂമുണ്ട്, അല്ലെങ്കിൽ നമ്മളിപ്പം ഒരു ബിസിനസ് ചെയ്ത് പൊട്ടി നിൽക്കുന്നവരാണ്, ഏതെങ്കിലും ബിസിനസ് ആയിക്കോട്ടെ, നമുക്ക് ആ റൂം വെറുതെ കിടക്കുവാണ്, വാടക കൊടുത്തിട്ടിരിക്കുകയാണ്. ഒരു പ്രോഡക്റ്റ് മുഴുവൻ നമുക്ക് അവിടെ സെറ്റ് ചെയ്ത് അടക്കം സെറ്റ് ചെയ്ത് ചെറിയ ഷോപ്പ് സെറ്റ് ചെയ്യും. ഒരു ഷോപ്പ് തന്നെ, അതായത് അതും റെഗുലർ കസ്റ്റമർ വരുന്ന അല്ലെങ്കിൽ റെഗുലർ ആയിട്ട് നമുക്ക് പോകുന്ന ഐറ്റംസും ആണ്. അത്യാവശ്യം മാർജിൻ കിട്ടുന്ന ഐറ്റംസ് ആണ്. മാർജിൻ കിട്ടുന്നതുമാണ്. പിന്നെ അത് മാത്രമല്ല നമ്മൾ ഇതിന്റെ ക്വാളിറ്റി എങ്ങനെയാ വരും, നമുക്ക് കസ്റ്റമർ ഇഷ്ടം അനുസരിച്ചാണ് നമ്മൾ കൊടുക്കുന്നത്.
അതെ, ഏറ്റവും ഫസ്റ്റ് ക്വാളിറ്റിയിൽ നമുക്ക് ചെയ്തു കൊടുക്കും. ഓക്കെ, ഏറ്റവും ഫസ്റ്റ് ക്വാളിറ്റിയിൽ ചെയ്തു കൊടുക്കും. ഇപ്പൊ ഒരു കസ്റ്റമർ വന്നാൽ ഞങ്ങൾക്ക് അത്രയും ക്വാളിറ്റി വേണ്ട, നമുക്ക് മാർക്കറ്റിലൊക്കെ പിടിച്ചെടുക്കാനുള്ള കുറഞ്ഞ ക്വാളിറ്റിയിൽ മതി. പൈസ അവർക്ക് കോമ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ കുറഞ്ഞ ക്വാളിറ്റി ആ രൂപത്തിൽ വേണമെങ്കിൽ അങ്ങനെ അടിച്ചു കൊടുക്കാം. അങ്ങനെ ചെയ്തു തരും. അതായത് നമ്മുടെ ഇവിടെ പ്രൊഡക്ഷനാണ്. പ്രൊഡക്ഷൻ ഏത് രൂപത്തിലാണെന്ന് വെച്ചാൽ കസ്റ്റമൈസ്ഡ് ആണ്. നമുക്ക് അവരെ ഇതിൽ നമുക്ക് ചെയ്തു കൊടുക്കാം. അതുപോലെ പേരും അല്ലേ? ആ പേര് വന്നിട്ടുണ്ട്. അവരെ ഓൺ ബ്രാൻഡിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്തു കൊടുക്കാം. ലൂസായിട്ട് ഇനി അവരുടെ ബ്രാൻഡിൽ അവർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തു കൊടുക്കാം. അതായത് നമ്മൾ മനസ്സിലാക്കിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ കുറച്ച് വാഹനങ്ങളും വലിയ ലോറിയിലൊക്കെ സാധനം കയറ്റിക്കൊണ്ട് പോകുന്നുണ്ട്. അപ്പം ഇതിൽ നമ്മൾ മനസ്സിലാക്കിയ സംഭവം എന്ന് പറയുന്നത്, നമ്മുടെ പേരിൽ നമ്മുടെ ലേബലിൽ നമുക്ക് ഇവിടെ നിന്ന് പ്രോഡക്റ്റ് നമ്മുടെ കയ്യിലേക്ക് തരും. നമുക്ക് ഇഷ്ടപ്പെട്ട ക്വാളിറ്റിയിൽ, അതായത് നല്ല ഹൈ ക്വാളിറ്റി വേണമെങ്കിൽ ഹൈ ക്വാളിറ്റി, ഇനി അതല്ല ക്വാളിറ്റി കുറച്ച് നമുക്ക് പ്രോഫിറ്റ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പ്രോഫിറ്റ് കുറച്ച് കൊടുത്ത് മാർക്കറ്റ് പിടിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാനുള്ള രീതിയിലാണെങ്കിലും ഏത് രീതിയിലും നമ്മൾ പറഞ്ഞാൽ മതി, ആ രീതിയിൽ നമ്മുടെ കയ്യിലേക്ക് തരും. അതാണ് ഇവിടുത്തെ ഇത് ഒരു ഡിസ്ട്രിബ്യൂഷൻ ടീമിലുള്ള സാധനം. ഇപ്പൊ നമ്മുടെ ഈ എടുത്ത് വെച്ചേക്കുന്നത് നമ്മളിപ്പോ വണ്ടിയിൽ കയറ്റാനുള്ള സാധനങ്ങളാണ്. ഇത് മൊത്തം ഒരു ടീമിലുള്ള സാധനമാണ്. ശരി, പക്ഷേ ഇതിനകത്ത് നമ്മളിപ്പോ കാണുന്ന ഇതിനകത്ത് ലേബിളൊന്നും കാണുന്നില്ല. ഇല്ല, ഇത് അവരുടെ ബ്രാൻഡിൽ നമുക്ക് ചെയ്യാനുള്ളത്. ഓ, അതായത് ഇപ്പൊ നമ്മൾ സാധനം സെറ്റ് ചെയ്തിട്ട് അവരുടെ പേരിൽ അങ്ങനെ ചെയ്യാം. ഇത് ഒരു ഡിസ്ട്രിബ്യൂഷൻ ടീമാണ്. അവർക്ക് അവരെ ബ്രാൻഡിൽ ചെയ്യുന്ന ടീം, ബൾക്കായിട്ട് എടുക്കുന്ന ടീമാണ്. അതെ അല്ലേ? ഇതൊക്കെ നമ്മുടെ റെഗുലർ ടീമാണ്. അത് എല്ലാ ആഴ്ചയിലും ഒരു 2 പ്രാവശ്യമായിട്ട് അവർ ഓർഡർ ചെയ്യും. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഏത് സ്ഥലത്തേക്ക് നമ്മൾ സാധനം കിട്ടുന്നത്? നമ്മൾ വയനാട്ടിലേക്ക് കയറ്റിയേക്കുന്നത്. വയനാടാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ ജില്ലാ അടിസ്ഥാന. വയനാടുണ്ട്, പിന്നെ കോഴിക്കോട്, മലപ്പുറം ഒക്കെ ഉണ്ട്. പിന്നെ ആലപ്പുഴ, തിരുവനന്തപുരം, അവിടെയൊക്കെ നമ്മൾ കൊറിയർ വിട്ടുകൊണ്ടിരിക്കുന്നു. കേരളത്തിലെ എവിടേക്കും കൊറിയർ കൊടുക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ ഈ കട സെറ്റ് ചെയ്യണ വലിയ കേസൊക്കെ ആണെങ്കിൽ നമ്മൾ നേരിട്ട് തന്നെയല്ലേ പോണത്? അതെ, കടയ്ക്കുള്ള മൊത്തം സാധനങ്ങൾ നമ്മളെ വണ്ടി തന്നെ സപ്ലൈ ചെയ്തു കൊടുക്കാനുള്ള ആൾക്കാരും. വലിയ വണ്ടിയുണ്ട്, ചെറിയ വണ്ടിയുണ്ട്. അതുപോലെ തന്നെ വേറെ അന്യ സംസ്ഥാനത്തേക്ക് അന്യസംസ്ഥാനം നമ്മൾ തമിഴ്നാടുണ്ട്, കർണാടക ഉണ്ട്. കർണാടകയ്ക്കൊക്കെ നമ്മൾ നമ്മുടെ സംഭവങ്ങൾ അവിടെയൊക്കെ കാണാൻ അവിടെ ഉണ്ട്. അവിടേക്ക് കൊടുത്തേക്കുന്നുണ്ട്. ടോട്ടൽ എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡ് നെയിം കണ്ടിട്ടുണ്ടെങ്കിൽ ഓർമ്മിച്ചാൽ മതി, ഇവരുടെ സാധനം തന്നെ. പക്ഷെ അതിലുപരി ഇവരൊരു സീക്രട്ട് ഉണ്ട് കേട്ടോ. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അതായത് ഇപ്പം ഒരാളുടെയും ഒരു കമ്പനിയുടെയും പേര് ഇവർ പുറത്തു വിടത്തില്ല. അതായത് ഇപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് എൻ്റെ ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് സാധനം പ്രൊഡക്ഷന് വേണ്ടിയിട്ട് പുള്ളിക്ക് ഓർഡർ കൊടുത്താൽ ആ ലേബിൾ അടിച്ച് ഇപ്പം എനിക്ക് തരും. പക്ഷേ ഈ സാധനം ഞാനിനി ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഇവർ ഈ സാധനത്തിന് ലേബിൾ അടിക്കത്തുള്ളൂ. കാര്യം ഇത് ഏത് കമ്പനിക്കാരനാണ് ഇത് കൊണ്ടുപോകണമെന്ന് അവരും അയാളും മാത്രമേ അറിയാൻ പാടുള്ളൂ, പുറത്തു വിടത്തില്ല. അതാണ് ഇവരുടെ സീക്രട്ട്. അതാണ് ഇവരുടെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കടക്കാർ ഇതുപോലത്തെ വൻകിട ടീം പോലും ഇവരെ ആശ്രയിക്കുന്നതിന് കാരണം അതാണ്. ഇതിനെല്ലാത്തിനും ഒരു പ്രൈവസി ഉണ്ട് ഇവർക്ക്. ഇവിടെ കമ്പനി തുടക്കം മുതൽച്ചുള്ള ഒരാളാണ്. പിന്നെ ഇവിടെ സ്ത്രീകളാണ് കൂടുതലും വരുന്നത്. അവർക്ക് വീട്ടിലേക്ക് ഭർത്താവിനൊരു കൈത്താങ് എന്ന നിലക്ക് ചെറിയൊരു സംരംഭമായിട്ട് തുടങ്ങാനും പിന്നെ വീട്ടിൽ വെച്ചിട്ട് കച്ചവടം ചെയ്യാനുള്ള അങ്ങനെയൊക്കെയാണ് വരുന്നത്. കുടുംബശ്രീ യൂണിറ്റുകളും അങ്ങനെ കുറേ സ്ത്രീകളായിട്ടുള്ള കച്ചവടക്കാരാണ് അധികമായിട്ട് ഇവിടെ വന്നിട്ട് സാധനം കൊണ്ടുപോകുന്നത്. വാഷിംഗ് കൂടെ ഒക്കെ ഇതുപോലുള്ള ക്യാനിൽ നമുക്ക് ചെയ്തു കൊടുക്കാം. 5 ലിറ്റർ ക്യാനാണിത്. ഇതുപോലുള്ള ക്യാനിൽ അവരുടെ ബ്രാൻഡിൽ വേണമെങ്കിൽ ചെയ്യാം, നമ്മളെ ബ്രാൻഡിൽ ചെയ്തിട്ട് കൊണ്ടുപോകണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇത് വേറെ ഐറ്റം ബോട്ടിലാണ്. ഏത് ടൈപ്പ് ബോട്ടിലാന്ന് വെച്ചാൽ എല്ലാം അവർക്ക് ചൂസ് ചെയ്യാം. ഫ്രീ കൊടുക്കുന്നത്. ഇതൊരു 5 ലിറ്ററാണ്. 5 ലിറ്ററാണ് ഇത് ശരിക്കും കൊടുക്കുന്നത്. 1/2 ലിറ്റർ അതിൻ്റെ കൂടെ ഫ്രീ കൊടുക്കുന്നത്. ഇത് കൂടാതെ തന്നെ നമ്മൾ വാഷിംഗ് ലിക്വിഡ് ഉണ്ടാക്കുന്ന കിറ്റുണ്ട്. അതായത് ഡ്രസ്സ് അലക്കുന്ന ലിക്വിഡ്. നമ്മൾ വാഷിംഗ് പൗഡറിൻ്റെ ആവശ്യമില്ല. ഈ ലിക്വിഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് തുണി അലക്കാം. അത് ഡ്രസ്സ് അലക്കി കഴിഞ്ഞാൽ ഡ്രസ്സിന് പ്രത്യേക ഫ്രാഗ്രൻസ് സ്മെല്ലുണ്ടാവും. അതേപോലെ തന്നെ നിര ബാധിക്കില്ല. നമ്മൾ ഇത് നിര ബാധിക്കുന്ന സോഡ ഐറ്റംസുകളൊന്നും ഇതിൽ ഉപയോഗിക്കുന്നില്ല. ഇത് സ്ത്രീകൾക്കൊക്കെ ആണെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയിട്ട് 10 ലിറ്റർ ഉണ്ടാക്കാനുള്ള കിറ്റാണ്. 10 ലിറ്റർ ഉണ്ടാക്കുന്നുണ്ട്, 5 ലിറ്റർ ഉണ്ടാക്കുന്നുണ്ട്. 2 ഐറ്റം കിറ്റുണ്ട് നമ്മളടുത്ത്. ഇത് വാഷിംഗ് ലിക്വിഡിൻ്റെ കിറ്റാണ്. അതേപോലെ തന്നെ ഹാൻഡ് വാഷ് ഉണ്ടാക്കുന്ന കിറ്റുണ്ട്. ഹാൻഡ് വാഷ് അവർക്ക് വീട്ടിൽ കൊണ്ടുപോയി ഉണ്ടാക്കാം. ടോയ്ലറ്റ് ക്ലീനർ ഉണ്ടാക്കാം. ബാത്റൂമൊക്കെ അവർ സ്വന്തമായിട്ട് വീട്ടിൽ അവർക്ക് നിർമ്മിക്കാം.
സ്ത്രീകൾക്കും കുടുംബശ്രീ യൂണിറ്റുകൾക്കൊക്കെ വേണമെങ്കിൽ അവർക്ക് ചെയ്ത് പഠിക്കാം. ഉണ്ടാക്കേണ്ട രീതികളും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. വീട്ടമ്മമാരെ ഏറ്റവും കൂടുതൽ നമ്മുടെ അതെ, വീട്ടമ്മമാരൊക്കെ ഏറ്റവും കൂടുതൽ നമുക്ക് കിറ്റുകളാണ് അവർ കൂടുതലായിട്ട് വാങ്ങിക്കുന്നത്. അവർ കൊണ്ടുപോയിട്ട് അവരുണ്ടാക്കുക. എന്നിട്ട് അവർ ചിലർക്കൊക്കെ ചെറിയ ചെറിയ മുതൽ മുടക്കിൽ ചെറിയ സംരംഭം തുടങ്ങാൻ ആഗ്രഹമുള്ള പെണ്ണുങ്ങളുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഉള്ള കെമിക്കൽ നമ്മൾ സപ്ലൈ ചെയ്ത് കൊടുക്കും. അവരുണ്ടാക്കിയിട്ട് അവരുടെ ബ്രാൻഡിൽ അവർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടാവും. വന്നപ്പോൾ കുറച്ച് പേര് പോയതാ. അതെ അതെ, അത് വാങ്ങിയിട്ട് പോകുന്നവരാണ്. കച്ചവടക്കാരാ. ഈ കുടുംബശ്രീ യൂണിറ്റുകൾ എനിക്ക് തോന്നുന്നേ, അതായത് നമ്മുടെ കേരളത്തിൽ ഈ കുടുംബശ്രീക്കാര് എന്ത് ചെയ്യണമെന്നും പറഞ്ഞ് നടക്കുന്ന കുറെ ആൾക്കാരുണ്ട്. എന്തെങ്കിലുമൊക്കെ, അതായത് നമുക്ക് ഒരു വരുമാനം ഉണ്ടാക്കാനായിട്ട് ഓരോ ഗ്രൂപ്പ് ടീമിന് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു അവർക്ക് ഏറ്റവും ബെറ്റർ സാധനമായിരുന്നു. അവർക്ക് എന്ത് സംരംഭം തുടങ്ങണമെന്ന് അറിയാതെ ഇരിക്കുന്ന ആളുകൾക്ക് അതായത് ഒറ്റയ്ക്ക് വലിയൊരു മുതൽ മുടക്കില്ലാതെ ഒരു 5,000 രൂപ ഒരു 2,000 രൂപയൊക്കെ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന 2,000 രൂപയ്ക്ക് സിമ്പിളായിട്ട് വേണമെങ്കിലും നടക്കും. ഇനിയിപ്പോൾ അതല്ല ഞാൻ പറയണത്, ഒരു അടിപൊളിയായിട്ട് ഒരു കുടുംബശ്രീ, ഓരോ കുടുംബശ്രീയും നിങ്ങളുടെ ഒരു പേരിൽ ആ പേര് വെച്ച് ആ ഒരു ബ്രാൻഡ് നെയിം ഇട്ടുകൊണ്ട് നമുക്ക് ഇവിടെ ചെയ്ത് കൊടുക്കാം. 5,000-10,000 രൂപ വേണമെങ്കിൽ അവരുടെ ബ്രാൻഡിൽ നമുക്ക് അടിച്ചു കൊടുക്കാം. ബ്രാൻഡ് നെയിമില് അവരുടെ ബ്രാൻഡിൽ അടിച്ചു കൊടുക്കാം. പേരിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്പോട്ടിൽ സാധനം എത്തുന്ന രീതിയിൽ ഇവിടെ സാധനം ചെയ്ത് കൊടുക്കുന്നുണ്ട്. വാഷിംഗ് പൗഡർ 300 ml ഉണ്ട്, 500 ml, 1 kg, 2 kg, 4 kg, 5 kg. പിന്നെ 4 kg ജാറ് വരുന്നുണ്ട്. പിന്നെ വാഷിംഗ് പൗഡർ വേണമെങ്കിൽ ലൂസായിട്ട് പാക്കിംഗ് ഇല്ലാതെ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും. അവർക്ക് വേണമെങ്കിൽ അവർ പാക്ക് ചെയ്തിട്ട് കൊടുക്കാം. അവരുടെ ഇഷ്ടത്തിന് നമുക്ക് കൊടുക്കാം. അവരുടെ ഇഷ്ടത്തിന് കൊടുക്കാം. ലോ ക്വാളിറ്റിയിലുണ്ട്, നല്ല ഹൈ ക്വാളിറ്റിയിലുണ്ട്. നമ്മൾ കൊടുക്കുന്ന ഓഫർ കിറ്റുകളാണ്. ഇതിൽ 4 ഐറ്റം സാധനങ്ങളുണ്ട്. ഹാൻഡ് വാഷ് ഉണ്ട്, ടോയ്ലറ്റ് ക്ലീനർ ഉണ്ട്, ഡിഷ് വാഷ് ഉണ്ട്, ഫെനോയിൽ ഉണ്ട്. മൊത്തത്തിൽ ഒരു 200 സംതിങ് ഉള്ള സാധനമുണ്ട്. ഇതൊരു 120 റുപ്യക്ക് 100 രൂപക്കൊക്കെ ഓഫറായിട്ട് വിൽക്കാം. നമ്മൾ ഇവിടുന്ന് അതിലും താത്തിയിട്ട് കൊടുക്കും. ഇത് കൊണ്ടുപോയിട്ട് സപ്ലൈ ചെയ്യുന്നവർക്ക് ഒരു കിറ്റ് വിറ്റാൽ ഒരു 25 രൂപ 30 രൂപയൊക്കെ അവർക്ക് കിട്ടും. ഒരു ദിവസം ഒരു 50 100 ചിലവാക്കാൻ കഴിയുന്നവർക്ക് ഒരു ദിവസത്തെ ഉപജീവന മാർഗ്ഗത്തിന് ഇത് മതി. ഇതുപോലുള്ള വേറെയും കിറ്റുകളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ലൈനിൽ കൊണ്ടുപോയി സപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വിളിക്കാം, ഇത് കൊണ്ടുപോകാം, വിൽക്കാം. അപ്പോൾ നമ്മളൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. ഇത് വേറൊരു ഓഫർ ഐറ്റംസാണ്. ഒന്നിനൊന്ന് ഫ്രീ കൊടുക്കുന്ന, ഒന്നെടുത്താലും ഒന്ന് ഫ്രീ കൊടുക്കുന്ന ഐറ്റംസാണ്. ടോയ്ലറ്റ് ക്ലീനർ, അതേപോലെ തന്നെ ഹാൻഡ് വാഷ്, 2 ഹാൻഡ് വാഷ്. ഇതൊക്കെ നല്ല ഓഫറിലാണ് ഇവിടുന്ന് കൊടുക്കുന്നത്. എവിടെ വർക്ക് ചെയ്യണം? അവിടെ നമ്മളിവിടെ ഒരു ബാങ്കിൽ വർക്ക് ചെയ്യും. സ്ഥിരമായിട്ട് ഇവിടെ ആളെ കണ്ടപ്പോ തന്നെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു ഇത് നമ്മുടെ സ്ഥിരം കസ്റ്റമർ ആണെന്ന്. ബാംഗ്ലൂർ സ്റ്റാഫാണ്. എങ്ങനെയുണ്ട് പ്രോഡക്റ്റ് ഒക്കെ? എങ്ങനെയുണ്ട്? ഞാൻ കുറെ വർഷങ്ങളായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. നല്ല ക്വാളിറ്റി സാധനമാണ്. നല്ല സ്മെല്ലും ഫ്രേഗ്രൻസ് എല്ലാം നല്ലതായിട്ടുണ്ട്. മറ്റേ നമ്മള് കാരണം പലരും ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അതെ, നമ്മൾ കുറെ ബാങ്ക് സ്റ്റാഫും എല്ലാവരും അവിടെ തന്നെ കസ്റ്റമേഴ്സിനൊക്കെ നമ്മൾ പ്രൊമോട്ട് ചെയ്യാറുണ്ട് ഇങ്ങോട്ട് വരാൻ. ശരി. പേരെങ്ങനെയായിരുന്നു? പേര് അശ്വതി. ഇപ്പോൾ ഗൾഫിൽ നിന്നൊക്കെ വന്നിട്ട് എന്ത് ചെയ്യണമെന്ന് ആശങ്കപ്പെട്ടിട്ട് നിൽക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ അവരുടേതായിട്ടുള്ള അവരുടെ സ്വന്തം ബ്രാൻഡിൽ വേണമെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. ചെറിയ മുതൽ മുടക്കിൽ ഒരു 50,000 വെച്ചിട്ട്, അല്ലെങ്കിൽ വലിയ രൂപത്തിൽ ചെയ്യേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം. അവർക്ക് അവരുടെ ബ്രാൻഡിൽ നമ്മൾ അടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് സാധനം എടുത്തിട്ട് അങ്ങനെയും സപ്ലൈ ചെയ്യാം. അപ്പോൾ പേടിക്കാനൊന്നുമില്ല. 2 വർഷം 3 വർഷം ഒക്കെ എക്സ്പയറി ഡേറ്റുള്ള സാധനങ്ങളാണ്. പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ താല്പര്യം, താലൂക്ക് അടിസ്ഥാനത്തിൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വിളിക്കാം. അവർക്ക് നമ്മളെ ബ്രാൻഡിൽ ചെയ്യാം, അവരുടെ ബ്രാൻഡിൽ ചെയ്യാം. നമ്മുടെ അടുത്തുള്ള ഐറ്റംസ് എന്ന് പറയുന്നത് വാഷിംഗ് പൗഡർ ഉണ്ട്. വാഷിംഗ് പൗഡർ 1 kg ഉണ്ട്, 2 kg ഉണ്ട്, 4 kg ഉണ്ട്, 5 kg ഉണ്ട്. അതേപോലെ തന്നെ വാഷിംഗ് ലിക്വിഡ്, ഇതൊക്കെ കിടക്കുന്ന വാഷിംഗ് ലിക്വിഡുകളാണ്. വാഷിംഗ് ലിക്വിഡിൽ ഏറ്റവും ഫസ്റ്റ് ക്വാളിറ്റി, ഇതൊക്കെ ഫസ്റ്റ് ക്വാളിറ്റി സാധനങ്ങളാണ്. പിന്നെ ഫ്ലോർ ക്ലീനർ, ഇത് നമ്മൾ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന, നമുക്ക് മാർക്കറ്റിൽ നല്ല ചിലവുള്ള സാധനമാണ് ഈ ഫ്ലോർ ക്ലീനർ. ഇതിൽ 4 ഫ്രാഗ്രൻസ് ഉണ്ട്. ഇത് ബ്രൂട്ടിൻ്റെ ഫ്രാഗ്രൻസ് ആണ്. ഇത് മാർക്കറ്റിൽ ഇപ്പോൾ ഉള്ള ഫ്ലോർ ക്ലീനറിനേക്കാളും നല്ല സ്മെല്ലുള്ള സാധനമാണ്. ഒരു 2 മൂടി 3 മൂടിയൊക്കെ ബാത്റൂമിലൊക്കെ വീണ് കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ലാണ്. അതിൽ ജാസ്മിൻ ഉണ്ട്, അതിൽ ലൈമുണ്ട്, പിന്നെ റോയൽ എന്ന് പറഞ്ഞ സ്മെല്ലുണ്ട്. 4 ഫ്ലേവർ ഉണ്ട്. അതേപോലെ ടോയ്ലറ്റ് ക്ലീനർ, ഹാൻഡ് വാഷ് ഉണ്ട്, ഡിഷ് വാഷ് ഉണ്ട്. പിന്നെ നമ്മളത് വാഷിംഗ് സോപ്പുണ്ട്. അലക്കുന്ന സോപ്പുണ്ട്, കുളിക്കുന്ന സോപ്പുണ്ട്. ഒരു 50ഓളം പ്രൊഡക്റ്റ് ഉണ്ട്. 50ഓളം പ്രൊഡക്റ്റ് ഉണ്ട് മൊത്തത്തിൽ.
ഇത് ഏത് രീതിയിലുള്ള വേണമെങ്കിലും, അതായത് വലിയ സെറ്റപ്പ് വേണമെങ്കിൽ അങ്ങനെ, അത് ചെറിയ രീതിയിൽ വേണമെങ്കിൽ അങ്ങനെ, നമ്മളുടെ പേരിൽ വേണമെങ്കിൽ നിങ്ങളുടെ പേരിൽ ചെയ്യാം, അതല്ല ഇവരുടെ പേരിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഗൾഫിൽ നിന്ന് വന്നവരായിക്കോട്ടെ, നാട്ടിൽ നിന്നവരായിക്കോട്ടെ, അഥവാ ഇനിയിപ്പോൾ പുതിയ പണി അന്വേഷിച്ച് പോകുന്നവരായിക്കോട്ടെ, നിലവിലുള്ള പണി ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ സെപ്പറേറ്റ് ഒരു അധിക വരുമാനം എന്നുള്ള രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഈ ഒരു സംഭവം ചെയ്യാവുന്നതാണ്. അതായത് ഇത് ഇവരുടെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞില്ലേ, അത് കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ഏത് സ്ഥലത്ത് വേണമെങ്കിലും, ഏത് ജില്ലയിൽ, ഏത് താലൂക്ക്, ഏത് നിലയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇവരുടെ ഡിസ്ട്രിബ്യൂഷൻ സ്വീകരിക്കാം. ഇതെല്ലാത്തിനും വേണ്ടിയിട്ടുള്ള ഒരു കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ള വിവരങ്ങളും ആവശ്യമുള്ള ഓർഡറുകളും എല്ലാം കൊടുക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ആ നമ്പർ വിനിയോഗിക്കാവുന്നതാണ്. അടുത്തൊരു വീഡിയോ കാണുന്നവരെ സൈനിങ് ഔട്ട്, മൻസൂർ മുഹമ്മദ്.